പിതാവ് താമരശ്ശേരി വരുമ്പോഴാണ് ഞാൻ പിതാവിൻ്റെ കൂടെ ഡ്രൈവറായിട്ട് വരുന്നത്. താമരശ്ശേരിയിൽ ഞാൻ വികാരിനാളച്ചൻ്റെ ഡ്രൈവറായിരുന്നു അവിടെ. പിതാവ് വന്ന് അവിടുന്ന് ഒരു ദിവസം തന്നെ അവിടെ ഇന്ന് ഞങ്ങൾക്ക് വികാരിനാളച്ചനുള്ളൊരു വണ്ടി അംബാസഡർ കാറാണെന്നുള്ളത്. അപ്പോൾ ആ കാറ് എടുത്തിട്ട് കൂരാച്ചുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആദ്യമായിട്ട് ഞാൻ പിതാവിൻ്റെ കൂടെ വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ പിതാവ് പോകുമ്പോൾ അന്ന് ദിവസം ഒന്നും എന്നോട് മിണ്ടണില്ല, എനിക്കും പിതാവായിട്ടൊരു പരിചയമില്ല. പക്ഷേ പിതാവ് അങ്ങനെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ജോഷി ഇന്ന് മുതൽ എൻ്റെ ഡ്രൈവറായിട്ട് ഇവിടെ നിന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പിതാവിൻ്റെ ഒപ്പം ആകുന്നത്. താമരശ്ശേരിയിൽ നിന്ന് പിന്നെ തൃശ്ശൂർക്ക് വരുമ്പോൾ ഇവിടെ തൃശ്ശൂരത്തെ ഡ്രൈവർ എന്ന് റിട്ടയർ ചെയ്യുകയാണ്. അന്ന് ആ സമയത്ത് പിതാവ് തലേദിവസമാണ് എന്നോട് പറയുന്നത്, ഇങ്ങനെ തൃശ്ശൂർക്ക് ജോഷി എൻ്റെ കൂടെ പോരെന്ന് പറയുന്നത്. അങ്ങനെ തൃശ്ശൂർ വന്നു. പിതാവിൻ്റെ കൂടെ റിട്ടയർ ചെയ്യുന്ന അത്രയും കാലമായ ഒരു 11-12 വർഷത്തോളം ഞാൻ പിതാവിൻ്റെ ഡ്രൈവറായിട്ട് പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിതാവ് സെക്രട്ടറി അച്ഛന്മാരെ വെക്കുമെങ്കിലും ഞങ്ങൾ യാത്രയിൽ മുഴുവനും ഞാനും പിതാവും തനിച്ചായിരിക്കും എപ്പോഴും യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിതാവുമായിട്ട് അത്രയും അടുപ്പവും നമുക്ക് നമ്മുടെ കൂടെ എന്നൊരു മോനെന്നുള്ള എപ്പോഴും വിളിക്കുള്ളൂ. എന്നെ അങ്ങനെയാണ് പിതാവിനെ കണ്ടിരുന്നത്. ഞങ്ങളങ്ങനെ തന്നെയാണ്, ഞാൻ പിതാവിനെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. അത്രയും ഞങ്ങൾ തമ്മിലുള്ളൊരു പേഴ്സണൽ ബന്ധം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തമ്മിൽ. പിന്നെ പിതാവ് എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ വിവാഹം നടത്തി തന്നതും എൻ്റെ വീട് വെഞ്ചരിച്ചതും എല്ലാം പിതാവാണ്, എല്ലാ കാര്യങ്ങളും. പിന്നെ എൻ്റെ പേരിട്ട എൻ്റെ മോളുടെ പേര് ആർക്കും ഇല്ലാത്തൊരു പേര് വേണമെന്ന് പറഞ്ഞിട്ട് പിതാവ് തന്നെയാണ് കണ്ടുപിടിച്ച് പിതാവിനെ ഒരു പേരിട്ടാണ് ചെയ്തത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ചെയ്തിരുന്ന പിതാവാണ്. ഇത്രയും നല്ല സ്നേഹമുള്ളൊരു പിതാവാണ് നമുക്ക് നഷ്ടപ്പെട്ടത്.